ഏവർക്കും നമസ്തേ. കൽക്കി സേക്രഡ് മിഷനിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ കൽക്കി, ഡോക്ടർ ടി ടി വർഗീസ് PhD. മുല്ലപ്പെരിയാർ വിഷയത്തിനെ പറ്റിയും ഇന്നലെ ഒക്ടോബർ 13, 2025 നൽകിയ വീഡിയോയ്ക്ക് എനിക്കൊന്ന് ഒരുപാട് ആളുകളത് കാണുന്നുണ്ട്. എൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് മനസ്സിലാക്കട്ടെ. അറ്റ് ദ സെയിം ടൈം ആ ഒരു കാര്യത്തിന് വേണ്ടി എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ടിരിക്കുന്ന നിരവധിയായിട്ടുള്ള സന്നദ്ധ സംഘടനകൾ, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, അഡ്വക്കേറ്റ്സ്, ജനപ്രതിനിധികൾ, ഇവർക്കൊക്കെ ഞാൻ നന്ദി പറയുകയാണ്. കാര്യം നിങ്ങളുടെയൊക്കെ ആ ഒരു ആക്ഷൻ കൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം ഇന്നലെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നന്മയായിട്ട് പോകാൻ എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യാനും സഹായിക്കട്ടെ, അതിന് സാധിക്കട്ടെ. അതിന് നമുക്ക് ഏവർക്കും ഒറ്റക്കെട്ടായിട്ട് നിൽക്കാം. 2028 വർഷത്തിനുള്ളിൽ തന്നെ മസ്റ്റായിട്ടും അത് ഡീകമ്മീഷൻ ചെയ്യണം. ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നല്ല കാര്യം, ആ ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് പോവുക. ഞാനൊരു അഡ്വക്കേറ്റ് ഒന്നുമല്ല, ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ തലത്തിലൊക്കെ നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാമായിരുന്നു. ഇതുവരെയും വീഡിയോ കാണാത്ത ആളുകൾക്കോ അല്ലെങ്കിൽ എന്നെപ്പറ്റി അറിയാൻ മേലാത്ത ആളുകൾക്കോ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. പല ആളുകളും എനിക്ക് നിരന്തരമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ദയവായിട്ട് ശ്രദ്ധിക്കുക. തിരക്കായതുകൊണ്ട് നിങ്ങളെല്ലാവരും മെസ്സേജ് അയക്കുമ്പോഴോ അത് ആരും വോയിസ് റെക്കോർഡ് ഇടരുത്. മെസ്സേജായി ടൈപ്പ് ചെയ്തിടുക. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി എല്ലാവർക്കും മറുപടി നൽകാറുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള വിളികളും മെസ്സേജുകളും ഒഴിവാക്കുക. അപ്പോൾ വിവിധ ആളുകൾ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ മെമ്പറാണോ എന്നുള്ളത്. ഇന്ന് ഒക്ടോബർ 14, 2025. ഇന്ന് വരെ ഞാൻ ഒഫീഷ്യലി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും മെമ്പർ അല്ല. ദയവായിട്ട് അത് ശ്രദ്ധിക്കുക. ഏതെങ്കിലും പാർട്ടിക്കാർ അങ്ങനെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. എൻ്റെ അറിവോടോ സമ്മതത്തോടോ കൂടി ഇതുവരെയും ഞാൻ ഒരു പാർട്ടിയിലും ജോയിൻ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ പാർട്ടി ഏതാണ് എന്ന് ഡിസൈഡ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിന് മറുപടി ഞാൻ നൽകുകയാണ്. കേരളത്തിലെ വലിയ പ്രമുഖമായിട്ടുള്ള പാർട്ടിയിലൊക്കെ ഞാൻ അതിൻ്റെ ഹയസ്റ്റ് ലീഡറോടൊക്കെ പോയി സംസാരിച്ചത് കുറച്ച് മാസം മുമ്പ്. അപ്പോൾ അവരോട് എന്താണ് റീസൺ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. കാര്യം ഇവരെയൊക്കെ കാണാൻ പോകുമ്പോൾ 1-2 മിനിറ്റൊക്കെ നമുക്ക് സംസാരിക്കാൻ കിട്ടുള്ളൂ. നമുക്കൊരു കുറച്ചുകൂടെ സമയമൊക്കെ കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാം, കേരള രാഷ്ട്രീയത്തിലൊരു സ്ത്രീ കടന്നു വരിക എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് അങ്ങേപോലെ PR ഒക്കെ ഉള്ള ഒരാൾ, യൂറോപ്പിലുള്ള ഒരാൾ അതൊക്കെ വിട്ടിട്ട് ഇവിടെ വരിക എന്ന് പറയുന്നത് ഒരു വലിയ ജീവിത തീരുമാനമാണ്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ആലോചിക്കണം. ഞാനൊന്ന് ആലോചിച്ചിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. ഇതുവരെയും ആലോചന കഴിഞ്ഞോ ഇല്ലയോ, എന്തായാലും എനിക്ക് വിളി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ഞാനൊരു പാർട്ടിയുടെ പുറകെ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതൊരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ്. പൊളിറ്റിക്സ് ഈസ് ഹൈലി മെയിൽ ഡോമിനേറ്റഡ് ആണ് ഇവിടെ കേരളത്തിൽ, ഇന്ത്യയിൽ. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പിന്നെയും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ കേരളത്തിൽ അതൊരു ഹൈലി ഡോമിനേറ്റഡ് സിറ്റുവേഷൻ തന്നെയാണ്. നമുക്ക് ഈ സംവരണം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സംവരണമൊക്കെ പ്രാക്ടിക്കൽ ലെവലിൽ വരുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി വീക്കാണ്. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അവരുടെ സുഹൃത്തുക്കളും മുഖേനയൊക്കെ നമ്പരൊക്കെ അയച്ചു തരുന്നു, ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുന്നു. നിങ്ങൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്കൊന്നും ചെയ്യാനായിട്ട് നിൽക്കണ്ട, ഞാൻ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ, സീരിയസ് ആയിട്ടുള്ള ആളുകൾ, മെയിൻ കർമ്മം എന്ന് പറയുന്നത് നമ്മളുടെ കേരളത്തിൻ്റെ സേവ് കേരളയാണ്. അത് ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നതാണ്. ഞാൻ ഈ പറയുന്ന കാര്യത്തിനെ നിങ്ങൾക്ക് നിങ്ങളുടെ നെക്സ്റ്റ് ഇലക്ഷൻ്റെ അജണ്ടയൊക്കെ ആയിട്ട് വെച്ച് എങ്ങനെയും ജയിച്ച് കയറി ഇതൊന്ന് റെഡിയാക്കുക. ഞാൻ തന്നെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, എനിക്ക് ഒരു നിർബന്ധവുമില്ല. എനിക്കൊരു സത്യത്തിൽ അങ്ങേയറ്റം താല്പര്യമില്ലാത്ത മേഖലയാണ് കേരളത്തിലെ രാഷ്ട്രീയം. പിന്നെ രാഷ്ട്രീയം എന്നുള്ളൊരു കാര്യത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ യൂറോപ്പിൽ 10 കൊല്ലത്തിൽ കൂടുതലായിട്ട് അവിടെ പഠിക്കുകയും അധ്യാപികയായിട്ട് സേവനം ചെയ്യുകയൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ എൻ്റെ CV ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം, അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ്. ബർത്ത് നമ്മുടെ കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിലാണ്. പരേതനായിട്ടുള്ള ശ്രീ PD വർഗീസ് അദ്ദേഹമാണ് എൻ്റെ പിതാവ്.
മാതാവ് റിട്ടയർഡ് അധ്യാപിക ത്രേസ്യാമ്മ ജോസഫ്. മമ്മിയായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇട്ടിട്ടുണ്ട്. ഈ മാസം പപ്പായുടെ ആണ്ടൊക്കെയാണ്. അപ്പോൾ പപ്പായുടെ ജോലി എന്തായിരുന്നു, അമ്മയുടെ ജോലി എന്തായിരുന്നു, കുടുംബ പശ്ചാത്തലം എന്താ, ബാക്ക്ഗ്രൗണ്ട് എന്താ, ഇതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊക്കെ അറിയേണ്ടത്. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ പറയുന്നില്ല രാഷ്ട്രീയക്കാരെ പറ്റി. അപ്പോൾ പശ്ചാത്തലമൊക്കെ ഞാൻ തന്നെ പറഞ്ഞേക്കാം. പപ്പ ഒരു പെയിൻറ്റിങ് തൊഴിലാളിയായിരുന്നു. വീട് പെയിൻ്റ് അടിക്കുന്ന ജോലി ഉണ്ടായിരുന്നു. കുറച്ചൊക്കെ കാലം പപ്പ ഡ്രൈവറൊക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഒരു ഹൈലി ആൽക്കഹോളിക് പേഴ്സൺ ആയിരുന്നു. അതിൻ്റേതായിട്ടുള്ള എല്ലാ കുടുംബ പ്രശ്നങ്ങളും ഞങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. മമ്മി ഓർഫനായിരുന്നു. അത് മമ്മിയുടെ ഇൻ്റർവ്യൂ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഡ്യൂ ടു ദാറ്റ് ഷീ വാസ് ആക്ച്വലി എ ഡിപ്രഷൻ പേഷ്യൻറ്റ് ഓൾസോ, ഈവൻ നൗ ഓൾസോ, ആൻഡ് ഷീസ് ടേക്കിംഗ് മെഡിസിൻസ്. എനിക്കൊരു സഹോദരിയുണ്ട്. അവരുടെ ഫർദർ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല. അവരുടെ കുടുംബ പ്രൈവസിയിൽ ഞാൻ ഇടപെടുന്നില്ല. ഇനി എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, നമ്മളുടെ പിതാവ് ഒരു ആൽക്കഹോളിക്, മാതാവ് ഒരു ഓർഫനൊക്കെ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു എൻറ്റയർലി ബ്രോക്കൺ ഫാമിലിയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം ചലഞ്ച്ഡ് ആയിരുന്നു മമ്മീനെ സംബന്ധിച്ച്. എങ്കിൽ പോലും ഞങ്ങളെ പഠിപ്പിച്ചു. ചേച്ചി നേഴ്സാണ്. എനിക്ക് IAS ഒക്കെ പഠിക്കാനായിരുന്നു ആഗ്രഹം. പക്ഷേ നമ്മളുടെ ആഗ്രഹങ്ങളും ഈശ്വര നിശ്ചയവും രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ അതിനേക്കാളും വലിയൊരു പൊസിഷനിലൊക്കെ ദൈവം സഹായിച്ച് എനിക്ക് എത്താനായിട്ട് സാധിച്ചു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നിരുന്നാൽ തന്നെയും ചെറിയ പ്രായം മുതൽ അങ്ങനെ ഒരു ആഗ്രഹവും അംബീഷനും ഒക്കെ ആയിരുന്നു. സേവനമായിരുന്നു എനിക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. എന്നാൽ ഈ ആൽക്കഹോളിസമൊക്കെ കാരണം നമുക്ക് ഒരുപാട് വേദനകളും ഒറ്റപ്പെടലുകളും കളിയാക്കലുകളും, മാനസിക രോഗിയായിട്ടുള്ള അമ്മയും കള്ളുകുടിയനായിട്ടുള്ളൊരു അപ്പനും, ഈ കളിയാക്കലൊക്കെ കേട്ടാൽ ഞാൻ എൻ്റെ സഹോദരിയൊക്കെ ചെറിയ പ്രായം മുതലേ വളർന്നു വന്നത്. പക്ഷെ എന്നാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുക. 2:30-3 മണിക്കൊക്കെ എണീറ്റ് പഠിക്കുകയും വീട്ടിലെ ജോലി ചെയ്യുകയും, മമ്മി ഹോസ്പിറ്റലാകുന്ന സമയത്ത് മമ്മീനെ നോക്കുക. അവിടെ നിന്നാണൊക്കെ ഞാൻ SSLC പരീക്ഷയ്ക്ക് എഴുതാനൊക്കെ പോയിട്ടുള്ളത്. എന്നാലും നമ്മൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. 19ാമത്തെ വയസ്സിൽ ഈ പഠിപ്പിക്കാനൊന്നും പൈസയോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറയുന്നത് പോലെ ബ്രോക്കൺ ഫാമിലിയിൽ ഇപ്പം നമ്മൾ സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. പണ്ട് കാലത്തും ഉള്ളതാണ്. നമ്മളെ സ്നേഹം തേടി പോകും. അങ്ങനെ കുറച്ച് ലവ് അഫെയർസും ഫെയിലിയേഴ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മാരേജ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. ഒരു 2019 എൻ്റെ സെക്കൻഡ് മാരേജ് ഡോക്ടർ വിഷ്ണുവായിട്ട്. അദ്ദേഹവും പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റാണ്. ഞങ്ങൾ രണ്ടുപേരും യൂറോപ്പിലായിരുന്നു. ആ ഒരു റിലേഷൻഷിപ്പും പേഴ്സണൽ മാറ്റേഴ്സ് കൊണ്ട് സ്പ്ലിറ്റ് ആവേണ്ടി വന്നു. നിലവിലത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചാൽ സിംഗിൾ. അപ്പോൾ മീഡിയക്കാരും ഇത് കാണുന്ന ആളുകളും കേൾക്കുന്ന ആളുകളും ഒന്നും ഇതൊന്നും വളച്ചൊടിക്കാനും നിൽക്കണ്ട. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. നമുക്ക് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് നേടി ഇവിടെ വിട്ടു പോയത് നമ്മളുടെ നാട്ടിൽ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സൊക്കെ കഴിഞ്ഞ സ്ത്രീക്ക് താമസിക്കുക, ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെയില്ല ആത്മഹത്യ ജീവിക്കാമെന്ന് വിചാരിച്ചാലും നാട്ടുകാരും വീട്ടുകാരും ഒന്നും സമ്മതിക്കത്തില്ല. കളിയാക്കലും കുറ്റം പറച്ചിലൊക്കെ. അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ട് യൂറോപ്പിൽ പോയതും ഇനി ഒരിക്കലും ഇന്ത്യക്ക് കാലുകുത്തില്ല എന്ന് പറഞ്ഞ് പോയതും. എന്നാൽ 2024 കഴിഞ്ഞ വർഷം സെപ്റ്റംബറോടുകൂടി ഞാൻ ഇങ്ങെത്തി. എനിക്ക് അവിടുത്തെ PR ഉണ്ട്. അത് ഇപ്പോഴും ആക്റ്റീവാണ് എന്നൊരു ചെറിയ ഹിൻറ്റുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ സെർച്ച് ചെയ്യാനായിട്ട് ഇനി പോയിട്ടില്ല. കാര്യം എൻ്റെ കർമ്മം ഇവിടെയാണ്. അതുകൊണ്ട് മാക്സിമം ഇവിടെ തന്നെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ പോയാണ് എൻ്റെ മാസ്റ്റേഴ്സൊക്കെ പഠിക്കുക. ഇനിയിപ്പോൾ ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റി സംസാരിക്കുക. കുട്ടികളൊന്നുമില്ല കേട്ടോ. ഓക്കെ. എൻ്റെ അച്ചീവ്മെൻറ്റ്സ് CV പറയുകയാണല്ലോ. അപ്പോൾ ബാച്ചിലേഴ്സ് കോട്ടയത്തായിരുന്നു. മാസ്റ്റേഴ്സ് പബ്ലിക് പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷന് 2015 മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. മാസ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് യൂറോപ്യൻ യൂണിയൻ്റെ സ്കോളർഷിപ്പൊക്കെ കിട്ടി. ഒരു സെമസ്റ്റർ വേറൊരു യൂറോപ്യൻ യൂണിയൻ രാജ്യത്ത് പോയി പഠിക്കാൻ, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ടൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ ദൈവം സഹായിച്ച് അന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ ഞാൻ പോയത് യൂണിവേഴ്സിറ്റി ഓഫ് യുവാസ്കുല ഇൻ ഫിൻലൻഡാണ്. അപ്പോൾ ഫിൻലൻഡിൽ ഏകദേശം നിയർലി ഒരു 1 ഇയർ ഉണ്ടായിരുന്നു.
അപ്പോൾ ആ ഫിനിഷ് ലൈഫ് കാര്യങ്ങളും ഒക്കെ എന്താണ് എന്നുള്ളത് നന്നായിട്ട് അറിയാം. ഫസ്റ്റ് ലിത്വേനിയയിലായിരുന്നു പോയത്, പോളണ്ടിന് അടുത്ത്. അതുകൂടാതെ തന്നെ എനിക്ക് 2015 ഫിൻലൻഡിൽ യൂണിവേഴ്സിറ്റി ഓഫ് ലാപ്ലാൻഡ്, നമ്മുടെ സാന്താക്ലോസ് ഒക്കെ ഇല്ലേ, സാന്താക്ലോസിൻ്റെ തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ലാപ്ലാൻഡ്. ലാപ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhDക്ക് അഡ്മിഷൻ കിട്ടിയതാണ്. പക്ഷെ അത് അവിടെക്കാർ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. പക്ഷെ അത് വിത്ത് ഫണ്ടിങ് അല്ലായിരുന്നു. ഒരു വർഷത്തോളം ഞാനത് ഓൺലൈനിൽ ചെയ്തു. പക്ഷേ പിന്നീട് എനിക്ക് ലിത്വേനിയയിൽ നിന്ന് തന്നെ വിത്ത് ഫുൾ ഫണ്ടിങ്ങിൽ സ്കോളർഷിപ്പോടുകൂടി PhDക്ക് പൊളിറ്റിക്കൽ സയൻസിൽ കിട്ടി. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ്. നമ്മൾ ഈ ചെറിയ കുഗ്രാമത്തു നിന്ന് ഇത്ര അനുഭവങ്ങളും വയലൻസും റേപ്പും ഒക്കെ ഞാൻ നേരിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടോർച്ചർ, മാനസികമായിട്ടുള്ള ടോർച്ചേഴ്സ് ഒരുപാട് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മറന്ന് ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് വരില്ല. കാര്യം ഇങ്ങനൊരു സൊസൈറ്റിയിലൊന്നും ജീവിക്കാനായിട്ട് ആരും ആഗ്രഹിക്കത്തില്ല. ഞാൻ പറയുന്നത് സ്ത്രീകൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകും. കഴിഞ്ഞ ദിവസം ഒരു അമ്മ എനിക്ക് മെസ്സേജ് അയച്ചു, മാമിൻ്റെ വീഡിയോ കണ്ടു, ഒരുപാട് സന്തോഷം തോന്നി. നല്ല ഹ്യൂജ്ലി റിച്ച് ആയിരുന്നു അവർ, പിന്നെ എന്തൊക്കെയോ സാമ്പത്തിക നഷ്ടമൊക്കെ ഉണ്ടായതൊക്കെ പോയി. അപ്പോൾ ഇപ്പോൾ ഫിനാൻഷ്യലി വളരെ ഡൗൺ ആയിട്ടുള്ളൊരവസ്ഥയിലാണ്. അന്നേരം ആൺകുട്ടികൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തുണ്ടായി, ഒന്നുമില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ ഒന്നുമില്ല എന്ന് ആ കുട്ടികൾ ചിന്തിക്കുന്നത് അവരുടെ കൂട്ടുകാരവരെ കളിയാക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ അതിനേക്കാളും തീരെ മോശമായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷനിൽ നിന്നിട്ടാണ് ഞാനൊക്കെ പഠിക്കുകയും PhD നേടുകയും ഈ ഒരു സ്റ്റേജ് എത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ അമ്മ പറയണം, പിള്ളേരൊക്കെ കാണേണ്ടത്, മാതൃകയാക്കേണ്ടത് മാമിനെ പോലെയുള്ളവരൊക്കെയാണ് എന്ന്. ഞാൻ പറഞ്ഞു, നമ്മുടെ പേരൻസിൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടോ പേരൻസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ ഒന്നുമല്ല നമ്മളാക്കുന്നത്. നമ്മുടെ എഫേർട്ടും നമ്മുടെ ഹാർഡ് വർക്കും നമ്മൾ ലോകത്തിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നതു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്ന പേരൻസും സ്റ്റുഡൻസും കുട്ടികളും ഒക്കെ ശ്രദ്ധിക്കുക. യു ആർ മേക്കിംഗ് യുവർ ഡെസ്റ്റിനി. അപ്പോൾ അത് നിങ്ങളുടെ കാര്യങ്ങളിലാണ്, അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരോടും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ അപ്പനാരാ, എൻ്റെ അമ്മയാരാ, എൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ ഇപ്പം ചെകഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളോടും ഒക്കെ പറയാം, ഇതൊന്നും